എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. +1 അലോട്ട്മെൻറ്റിൻ്റെ രണ്ട് തരത്തിലുള്ള അഡ്മിഷനാണ് +1 അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ നിലവിലുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആയാലും സെക്കൻഡ് അലോട്ട്മെൻ്റ് ആയാലും തേർഡ് അലോട്ട്മെൻറ്റിലും ഒക്കെ സീറ്റ് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് പെർമനൻ്റ് അഡ്മിഷൻ, മറ്റൊന്ന് ടെമ്പററി അഡ്മിഷൻ. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ആർക്കൊക്കെ ടെമ്പററി അഡ്മിഷൻ എടുക്കാം? വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ഇഷ്ടം കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ ദൃശ്യം അടിക്കേണ്ട മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ദൃശ്യം ലൈക്കും കൂടി ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രാധാന്യം അറിയുന്ന നടക്കാം. +1 അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഒക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ രണ്ട് അഡ്മിഷൻ ആണുള്ളത്. ഒന്ന് പെർമനൻ്റ് അഡ്മിഷൻ, ടെമ്പററി അഡ്മിഷൻ. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ആർക്കൊക്കെ ടെമ്പററി അഡ്മിഷൻ എടുക്കാം? അതുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് പങ്കുവെക്കേണ്ടത്. ആദ്യം നമുക്ക് പെർമനൻ്റ് അഡ്മിഷൻ വരും. പെർമനൻ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അറിയാത്തവർക്ക് വേണ്ടി പറയാം. പെർമനൻ്റ് അഡ്മിഷൻ എന്നത് സ്ഥിര അഡ്മിഷനാണ്. അതായത് നിങ്ങളവിടെ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തു. നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചു. നിങ്ങൾക്കിനി മറ്റ് സ്കൂൾ വേണ്ട അല്ലെങ്കിൽ മറ്റ് കോഴ്സ് വേണ്ട. ആ കിട്ടിയ അഡ്മിഷൻ മതി. അവിടെ ഞാൻ 2 വർഷം പഠിക്കാൻ തീരുമാനിക്കുകയാണ്, എനിക്ക് മാറ്റമൊന്നും വേണ്ട. അതാണ് പെർമനൻ്റ് അഡ്മിഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കിട്ടിയ സ്കൂളും കിട്ടിയ കോഴ്സും നിങ്ങൾ സംതൃപ്തരാണ്. നിങ്ങൾ കിട്ടിയ സ്കൂളും കോഴ്സിലും നിങ്ങൾ സംതൃപ്തരാണ്. ഇനി പുതിയൊരു സ്കൂളോ അല്ലെങ്കിൽ പുതിയൊരു കോഴ്സോ എനിക്ക് ആവശ്യമില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണം. അതുമാത്രമല്ല, ഒന്നാം ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്നവർ നിർബന്ധമായും പെർമനൻ്റ് ആണ് എടുക്കേണ്ടത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ വെച്ചതിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായി ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടെമ്പററി അഡ്മിഷൻ ഇല്ല. ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ട് പറയുവാണ് എനിക്ക് ടെമ്പററി വേണം, എനിക്ക് പെർമനൻ്റ് അഡ്മിഷൻ വേണ്ട, താൽക്കാലികമായിട്ട് എടുത്താൽ മതി എന്ന് പറയുവാണെങ്കിൽ പറ്റില്ല. ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി കിട്ടുന്നവർ നിർബന്ധമായും പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണം. ഈ ടെമ്പററി അഡ്മിഷൻ എന്നാണ്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്കൊരു സ്കൂൾ കിട്ടി, ഒരു കോഴ്സും കിട്ടി. പക്ഷേ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്കൂളും കോഴ്സുമാണ് കിട്ടിയെങ്കിൽ അവിടെ നിങ്ങൾ എടുക്കേണ്ട അഡ്മിഷൻ ടെമ്പററി അഡ്മിഷനാണ്. താൽക്കാലികമായി അഡ്മിഷൻ എടുക്കണം. എന്നിട്ട് അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളും ഇഷ്ടമില്ലാത്ത കോഴ്സും കിട്ടിയവരാണെങ്കിൽ അവിടെ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ട് അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുത്തു. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ മാറാതിരിക്കാം. ആർക്കൊക്കെ ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ പറ്റും? നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേത് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാലും നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതൊരു ഓപ്ഷനും അലോട്ട്മെൻറ്റായി ലഭിച്ചാൽ നിങ്ങൾക്ക് പെർമനൻ്റ് വേണമെങ്കിലും എടുക്കാം, ടെമ്പററി വേണമെങ്കിലും എടുക്കാം. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്നവർ നിർബന്ധമായും എന്ത് ചെയ്യണം? പെർമനൻ്റ് എടുക്കണം. ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്നവർ നിർബന്ധമായിട്ടും പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണം. അത് മാൻഡറ്ററി ആണ്. അവിടെ ഒരു മാറ്റവും ഇല്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പെർമനൻ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളായിരിക്കാം, ഇഷ്ടമില്ലാത്ത സ്കൂളായിരിക്കാം, ഇഷ്ടമുള്ള കോഴ്സായിരിക്കാം, ഇഷ്ടമില്ലാത്ത കോഴ്സായിരിക്കാം. എന്നാൽ പോലും നിങ്ങൾ പെർമനൻ്റ് ആണ്, ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയെങ്കിൽ. പക്ഷേ രണ്ടാമത്തെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ഒഴികെ മറ്റേത് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാലും നിങ്ങൾക്ക് പെർമനൻ്റ് അഡ്മിഷനും എടുക്കാം, ടെമ്പററി അഡ്മിഷനും എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ 10ാമത്തെ ഓപ്ഷൻ കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം 5ാമത്തെ ഓപ്ഷൻ കിട്ടി. നിങ്ങൾക്ക് വേണം അവിടെ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാം, വേണമെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാം. പക്ഷേ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ തീർച്ചയായും ഇത് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞു. വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ മിസ് കരുത ഫോൺ സബ്സ്ക്രൈബ് കരിയർ ഗൈഡൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.